9ലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ എക്സസൈസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി ആ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു അനുബന്ധം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദെയർ ഈസ് നോ ഫ്രാക്ഷൻ ഹൂസ് സ്ക്വയർ ഈസ് 2. ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 ആകത്തില്ല എന്ന് തെളിയിക്കുക. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇത് തെളിയിച്ചതല്ലേ? അതെങ്ങനെയായിരുന്നു തെളിയിച്ചത്? കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലേ നമ്മൾ തെളിയിച്ചത്. കുറച്ച് ഫ്രാക്ഷൻസ് നമ്മൾ എടുത്തു, അതിന്റെ സ്ക്വയർ കണ്ടു, അപ്പോഴൊന്നും എത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞു? 2 കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇത് അവിടെ തെളിയിച്ചത് അല്ലെ? ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ 2 ആകത്തില്ല എന്നുള്ള കാര്യം. അവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് അത് ജനറലൈസ് ചെയ്യുമായിരുന്നു എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ എവിഡൻസ് വെച്ചിട്ട് ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ 2 ആകത്തില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഏതൊരു ഫ്രാക്ഷന്റെയും സിംപ്ലസ്റ്റ് ഫോമിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും കാണത്തില്ല. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 3/5 ഒരു ഫ്രാക്ഷൻ അല്ലേ? ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണോ? കോമൺ ആയിട്ട് ഒരു ഫാക്ടർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ സിംപ്ലസ്റ്റ് ഫോമില് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല അല്ലെ? വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിലോ 2/4 ഇത് സിംപ്ലസ്റ്റ് ഫോം ആണോ? അല്ല അല്ലെ? അപ്പോൾ ഞാൻ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഒന്നാക്കുവാണ്. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്ത സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആകാം? 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 2, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്തിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1/2. അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. ഇനി സിംപ്ലസ്റ്റ് ഫോം എന്ന് നോക്കിക്കേ. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഒരു ഫാക്ടറും ഇല്ല. അപ്പൊ ഒരു ഭിന്നസംഖ്യയുടെ പ്രത്യേകതയാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഉണ്ടാകത്തില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഒരു ഈവൻ നമ്പറിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോം 2x എന്നാണ്. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുള്ളൂ? എപ്പോഴും ഒരു ഈവൻ നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ. 2 × 5 എത്രയാണ്? 10 അല്ലേ? 10 ഒരു ഈവൻ നമ്പർ ആണ്. അതുപോലെ തന്നെ 2 × 3 എത്ര കിട്ടി? 6 ഒരു ഈവൻ നമ്പർ ആണ്. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2y എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ? 2z അതൊരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഫോമിലാണ് എങ്കിൽ അത് എപ്പോഴും എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എത്ര ആകത്തില്ല എന്ന് പറയണം? 2 ആകത്തില്ല എന്ന് പറയണം അല്ലെ? ഞാൻ ഇവിടെ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് കാര്യം അസ്യൂം ചെയ്തെടുക്കാനായിട്ട് പോവുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം എന്താ? സ്ക്വയർ 2 ആയിട്ടുള്ള ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എന്നല്ല ഇതിന്റെ ഓപ്പോസിറ്റ് കാര്യം. അപ്പോൾ ഞാൻ ആദ്യം അത് അസ്യൂം ചെയ്തെടുക്കുവാണ്. there is a fraction whose square is 2. ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, അതിന്റെ സ്ക്വയർ എത്രയാ? 2 ആണ്. ഇത് ഞാൻ വെറുതെ അസ്യൂം ചെയ്തെടുക്കുന്നുള്ളൂ. ഞാൻ ആ ഫ്രാക്ഷൻ x/y ആയിട്ട് എടുത്തു. x/y. ഈ ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത്. അത് ശരിയോ തെറ്റോ അത് രണ്ടാമത്തെ കാര്യം. ഞാൻ അസ്യൂം ചെയ്തെടുക്കുവാണ് x/y സ്ക്വയർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വെച്ചിട്ട് എക്സിനും വൈക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഉണ്ടാകാൻ പാടില്ലല്ലോ. എക്സിനും വൈക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. x/y സ്ക്വയർ 2 ആണെന്നല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? x/y the whole square that is equal to എത്രന്ന് എഴുതാം? 2 എന്ന് എഴുതാം അല്ലേ? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. x/y the whole square എന്നതിനെ എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സ്ക്വയർ കൊടുത്ത് എഴുതാം അല്ലെ? അതായത് x² ഡിവൈഡഡ് ബൈ y² that is equal to 2 ആയിട്ട് എഴുതാം. ഇനി ഈ y² ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ എന്ത് കിട്ടും? x² that is equal to 2 അവിടെ തന്നെ ഉണ്ടല്ലേ? 2 y² ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് ഈ സൈഡിൽ വരുമ്പോഴോ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? y². അതായത് x² that is equal to 2y² എന്ന് കിട്ടി. ഇവിടെ 2y² ഒരു ഈവൻ നമ്പർ ആയിരിക്കുമോ ഒരു ഓഡ് നമ്പർ ആയിരിക്കും? ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം അല്ലേ? എന്താ? ഏതൊരു ഈവൻ നമ്പറും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഫോമിലായിരിക്കും. അതായത് ഇവിടെ 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഈവൻ നമ്പർ അല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് x² ഈക്വൽ ടു ഒരു ഈവൻ നമ്പർ എന്ന് കിട്ടത്തില്ലേ? x² ഒരു ഈവൻ ആണ്. x² ഒരു ഈവൻ നമ്പർ ആണ്. x² ഈവൻ ആണെങ്കിൽ എക്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊരു ഈവൻ നമ്പറിന്റെയും സ്ക്വയർ എന്തായിരിക്കും? ഈവൻ തന്നെയായിരിക്കും അല്ലെ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. 2ന്റെ സ്ക്വയർ എത്രയാ? 4. അത് ഈവൻ നമ്പർ അല്ലേ? 4ന്റെ സ്ക്വയർ എത്രയാ? 16. അത് അടുത്ത ഈവൻ നമ്പർ അല്ലേ? ദെൻ 6ന്റെ സ്ക്വയർ എത്രയാണ്?
36 അത് അടുത്ത ഈവൻ നമ്പറുമാണ് അല്ലെ. അപ്പോൾ ഈവൻ നമ്പറുകളുടെ എല്ലാത്തിന്റെയും സ്ക്വയർ ഈവൻ നമ്പറാണ്. ഓഡ് നമ്പറുകളുടെയോ 3യുടെ സ്ക്വയർ എത്രയാ? 9 അല്ലേ, അതൊരു ഓഡ് നമ്പറാണ്. 5ന്റെ സ്ക്വയറോ 25 അത് ഓഡ് നമ്പറാണ്. 7ന്റെ സ്ക്വയറോ 49 അല്ലേ, അത് ഓഡ് നമ്പറാണ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് കിട്ടി ഏതൊരു ഈവൻ നമ്പറിന്റെയും സ്ക്വയർ എടുത്താൽ അത് ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഓഡ് നമ്പറിന്റെ സ്ക്വയറോ അതും ഓഡ് നമ്പർ തന്നെയായിരിക്കും. അത് നേരെ തിരിച്ചും പറയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എക്സ് സ്ക്വയർ ഈവൻ ആയിട്ടാണ് കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സും ഈവൻ തന്നെയല്ലേ. എക്സ് ഒരു ഈവൻ നമ്പറാണ്. അതായത് നമ്മുടെ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഒരു ഈവൻ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. ന്യൂമറേറ്റർ ഈവൻ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഈവൻ നമ്പർ ആയിരിക്കുമോ? വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഫ്രാക്ഷന് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല അല്ലെ. ഇവിടെ ഡിനോമിനേറ്ററും കൂടെ ഈവൻ ആണ് എങ്കിൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ടായില്ലേ? ഏതാ സംഖ്യ? 2 അല്ലെ. ഈവൻ നമ്പറുകളെല്ലാം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആകണമെങ്കിൽ ഡിനോമിനേറ്റർ എപ്പോഴും ഏതായിരിക്കണം? ഓഡ് നമ്പറേ ആകാൻ പാടുള്ളൂ അല്ലെ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈവൻ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ഫാക്ടർ വരും, അതുകൊണ്ടാണേ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി y എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. വൈയുടെ വാല്യൂ ഓഡ് നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഒരു ഈവൻ ആയിട്ട് കിട്ടി അല്ലേ. എക്സ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എക്സിന്റെ ഫോം എങ്ങനെയായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫോം അല്ലേ. അതായത് എക്സ് ഈക്വൽ ടു 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. 2 ഇൻറ്റു ഇസഡ് എന്ന് ഞാൻ എഴുതി, ഇസഡ്. ഇനി എക്സ് എവിടെ എഴുതിയാലും അവിടെ 2z എന്ന് എഴുതിയാൽ മതിയല്ലോ. എക്സിനെ ഞാൻ 2z ആയിട്ട് എടുത്തു. കാരണം എന്നാ, എക്സ് ഒരു ഈവൻ നമ്പർ ആണ്. ഏതൊരു ഈവൻ നമ്പറും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് 2z ആയിട്ട് ഞാൻ എഴുതി. ഇനി ഞാൻ ഈ ഇക്വേഷൻ എടുക്കാനായിട്ട് പോവാം. ആ ഇക്വേഷൻ ഞാൻ ഒന്നെന്ന് വിളിച്ചു. ആ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 2z എന്ന് എഴുതി നോക്കിക്കേ. ഒന്നാമത്തെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? എക്സ് സ്ക്വയർ, ദാറ്റ് മീൻസ് 2zന്റെ സ്ക്വയർ അല്ലേ. 2z ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു y സ്ക്വയർ, 2y സ്ക്വയർ. 2zന്റെ സ്ക്വയർ എത്രയാ? ഓരോന്നിനെ സ്ക്വയർ ചെയ്യണം അല്ലേ. അതായത് 2 സ്ക്വയർ z സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ? 4 അല്ലേ. 4 z സ്ക്വയർ, അതങ്ങനെ തന്നെ എഴുതി, z സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y സ്ക്വയർ. ഇനി ഞാൻ y സ്ക്വയർ അവിടെ നിർത്തിയിട്ട് ഈ 2വിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? 4z സ്ക്വയർ അവിടെ തന്നെ നിൽക്കുന്നു. 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഈ സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ അല്ലേ. ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്ന് കിട്ടി. ഈ 4 ഈ 2 തമ്മിൽ ക്യാൻസൽ ആകാലോ. എത്ര കൊണ്ട്? 2 കൊണ്ട് ക്യാൻസൽ ആക്കാം. അപ്പൊ ഇവിടെ വിട്ട് ഇവിടെ 2 കിട്ടും, ഇവിടെ 1 കിട്ടും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2z സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്ന് കിട്ടി. അതായത് 2z സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഒരു ഈവൻ നമ്പർ അല്ലേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ് അല്ലെ. അതൊരു ഈവൻ നമ്പർ ആണ്. അതായത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ഈവൻ നമ്പർ ഈക്വൽ ടു y സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് y സ്ക്വയർ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അതായത് സ്ക്വയർ ഒരു ഈവൻ നമ്പർ ആണെന്ന് കിട്ടി അല്ലെ. അതായത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ ഈവൻ നമ്പർ തന്നെയാണ്. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? വൈയുടെ വാല്യൂ അതും ഒരു ഈവൻ നമ്പർ ആയിരിക്കും അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു വൈയുടെ വാല്യൂ എന്താണെന്ന്? ഓഡ് നമ്പറേ ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ വൈയുടെ വാല്യൂ എന്തായിട്ട് കിട്ടി? ഒരു ഈവൻ നമ്പർ ആയിട്ട് കിട്ടി. അത് പറ്റത്തില്ലല്ലോ. ഒരേ സമയം വൈക്ക് ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അതായത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് സ്ക്വയർ 2 ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ആ അസംഷൻ അത് റോങ് അസംഷൻ ആണ്, അത് ശരിയല്ല. എന്തായിരുന്നു നമ്മൾ എടുത്തത്? ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ 2 ആകും എന്നല്ലേ നമ്മൾ എടുത്തത്. അത് ശരിയല്ല. പിന്നെ ഏതാണ് ശരി? ഇവര് പറഞ്ഞത് തന്നെയായിരുന്നല്ലേ ശരി. എന്ത്? ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 അല്ല. ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 അല്ല എന്നായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത് അല്ലെ. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് ഞാൻ ആദ്യം എടുത്തത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയപ്പം നമ്മൾ എടുത്ത കാര്യം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് മനസ്സിലായി. അതായത് ഏതായിരുന്നു ശരി? അവര് പറഞ്ഞ കാര്യം തന്നെയായിരുന്നു അല്ലേ. ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 അല്ല എന്നത് തന്നെയായിരുന്നു ശരി.
ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രൂഫ് പോകുന്നത്. ആദ്യം ഒരു ചെറിയ ഡൗട്ടൊക്കെ തോന്നാം, എങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.